എല്ലാവർക്കും നമസ്കാരം. പ്രെപ്പ് ടുഗദർ ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. പഞ്ചായത്ത് രാജ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഗ്രാമങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അവിടെ ഗ്രാമസഭകളൊക്കെ വഴി നേരിട്ട് പദ്ധതികൾ രൂപീകരിക്കുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും സ്വന്തം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിലുമൊക്കെ ജനങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു അവസരം, ഒരു ഡയറക്റ്റ് ഡെമോക്രസി. ഇത് നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലും ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹം ഒരു ദളിതനായിരുന്നു. അതുപോലെ തന്നെ ദളിതർക്ക് വേണ്ടി കുറേയധികം പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ദളിതരുടെ ആ ഒരു സമയത്തെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് വളരെയധികം അറിയായിരുന്നു. ഈ ഗ്രാമസഭകൾ പോലത്തെ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മേൽജാതിയിൽപ്പെട്ടവരായിരുന്നു എല്ലാ വിധത്തിലുള്ള ആധിപത്യവും കൈയടക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അംബേദ്കർക്ക് അറിയായിരുന്നു, ഇപ്പോൾ ഗ്രാമസഭകൾക്ക് അധികാരം നൽകിക്കഴിഞ്ഞാൽ ഇത് മേൽജാതിക്കാർക്ക് അവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കൂടുതൽ അവസരം നൽകുകയുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ അംബേദ്കർ പറഞ്ഞു, നമുക്കിപ്പോൾ പഞ്ചായത്ത് സിസ്റ്റം ഒന്നും വേണ്ട, നമുക്ക് ഭാവിയിൽ ഇന്ത്യ ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് അവിടെ പഞ്ചായത്ത് സിസ്റ്റം കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭരണഘടനയിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് യാതൊരു വിധത്തിലുള്ള അധികാരവും കൊടുത്തിട്ടുണ്ടായില്ല. പക്ഷേ നമ്മളുടെ DPSPs ഉണ്ടല്ലോ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൽ ആർട്ടിക്കിൾ 40 ഭാവിയിൽ ഇവിടെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരണമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് സമയത്ത് ഇങ്ങനെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. പക്ഷേ അതിൻ്റെ സാഹചര്യം വരുമ്പോൾ കൊണ്ടുവരണമെന്ന്, അതുകൊണ്ട് തന്നെ നമ്മളെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പാർട്ട് 4 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 40 പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രകാരം തന്നെയാണ് നമ്മളുടെ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇവിടെ 1992 പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളത് ഭരണഘടനയുടെ തന്നെ ഭാഗമാക്കി മാറ്റിയത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഇവിടെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാനുള്ള പല വിധത്തിലുള്ള പ്രൊവിഷൻസും കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. പല വിധത്തിലുള്ള കമ്മിറ്റീസും ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമ്മളുടെ കമ്മിറ്റീസിനെ കുറിച്ചാണ്. നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഇവിടെ നമ്മളുടെ രാജ്യത്ത് ഫോം ചെയ്തിട്ടുള്ള കമ്മിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നേരിട്ട് പദ്ധതികളിൽ ഒക്കെ രൂപീകരിക്കുന്നതിലും അതുപോലെ തന്നെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കാനൊക്കെ നമുക്ക് നേരിട്ടൊരു അവസരം കിട്ടുമല്ലോ. നമുക്ക് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ ഗ്രാമസഭയിൽ. പിന്നെ നമുക്ക് വാർഡ് മെമ്പറൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുറേയൊക്കെ നമുക്ക് നേരിട്ട് ആവശ്യങ്ങൾ ഉന്നയിക്കാനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. റൂറൽ ഗ്രാമപ്രദേശങ്ങളിലുള്ള ലോക്കലായിട്ടുള്ള ഒരു സെൽഫ് ഗവൺമെൻറ് ആണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്താണ്? ഡെമോക്രസി അറ്റ് ഗ്രാസ് റൂട്ട് ലെവലാണ്. എന്തുകൊണ്ടാണ് ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്നത്? നമ്മളെ ഗ്രാമങ്ങളൊക്കെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് അല്ലേ? അപ്പോൾ ഏറ്റവും അടിവേരിൽ നിന്നുള്ള ഒരു ജനാധിപത്യം, അവിടെ അടിവേരിൽ നിന്നുള്ള ജനാധിപത്യം എന്ന് പറയുമ്പോൾ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ കൂടെ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസിയാണ്. ഇത് എങ്ങനെയാണ് വന്നത്? ഞാൻ പറഞ്ഞില്ലേ, 1992 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്. 74-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നമ്മളുടെ അർബൻ ലോക്കൽ ബോഡീസ്, ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് 74 73 നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റവുമാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മൾ കമ്മിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ഇവിടെ കുറേ അധികം കമ്മിറ്റികൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം ഓരോ സമയത്തും ഓരോ സിസ്റ്റമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും ഇതിന് ഭരണഘടനയുടേതായിട്ടുള്ള ഒരു ബാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പതിയെ പല കമ്മിറ്റികൾ ഫോം ചെയ്ത് പലരും റെക്കമെൻഡേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് നമ്മൾ എത്തിയത്. അപ്പോൾ ആദ്യത്തെ കമ്മിറ്റി BRM ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ആയിരുന്നു. ഈ കമ്മിറ്റികളുടെ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുടെയാണ് ആദ്യത്തെ കമ്മിറ്റി. ഇത് കഴിഞ്ഞിട്ട് വരുന്ന കമ്മിറ്റികളുണ്ട്. അശോക് മെഹ്ത്ത കമ്മിറ്റി ഉണ്ട്, അതിനുശേഷം GVK റാവു കമ്മിറ്റി ഉണ്ട്, പിന്നെ ഹനുമന്ത് റാവു കമ്മിറ്റി ഉണ്ട്, LM സിക്മി കമ്മിറ്റി ഉണ്ട്, പിന്നെ നമ്മളുടെ
തങ്കോങ് കമ്മിറ്റി ഉണ്ട്, ആൻഡ് ഫൈനലി ഗാഡ്ഗിൽ കമ്മിറ്റി ഉണ്ട്. ഇത് ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾക്കൊരു കോഡ് ഓർത്ത് വെക്കാം. ബാക്സ് TG. ഇവിടെ ബി എന്ന് പറയുന്നത് ബൽവന്ത് റായ് മെഹ്ത്ത, എ എന്ന് പറയുന്നത് അശോക് മെഹ്ത്ത, ജി എന്ന് പറയുന്നത് GVK റാവോ, എസ് എന്ന് പറയുന്നത് സിഗ്വി കമ്മിറ്റി, ടി എന്ന് പറയുന്നത് തങ്കോങ് കമ്മിറ്റി, പിന്നെ ജി എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ജി ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ആ ഒരു ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം 73rd അമെൻമെൻറ്റ് വഴി 1992 നിലവിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ കമ്മിറ്റീനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വന്നത് 1957 അവരെ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ ബ്യൂറോക്രസി വഴിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ലോക്കൽ ലെവലിൽ നടക്കുന്നത്. നമുക്ക് ആകെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് CDP, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ഇതൊക്കെ വഴിയാണ് ഇവിടുത്തെ പഞ്ചായത്തുകളിൽ, അതായത് ലോക്കൽ ലെവലിൽ, റൂറൽ ലെവലിലൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ടാണ് നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റീനെ 1957 അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം, നമ്മളുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം, അപ്പോൾ 1957 ഇങ്ങനെ ഒരു കമ്മിറ്റീനെ ഫോം ചെയ്തു. അങ്ങനെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം നവംബറിൽ തന്നെ അവരൊരു റിപ്പോർട്ട് വെച്ചു. അപ്പോൾ ആ റിപ്പോർട്ടിൽ അവർ നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനായിട്ട് കുറച്ച് റെക്കമെൻഡേഷൻസ് വെച്ചു. ഇവരാണ് ആദ്യമായിട്ട് ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ള രീതിയിൽ റെക്കമെൻഡേഷൻസ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1957 അവർ വന്നത്. നവംബർ 1957 അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ജനുവരി 1957 Government of India appointed a committee to examine the working of the Community Development Program and the National Extension Service and to suggest measures for their better working. അപ്പോൾ ഇവർ കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അവർ ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വേണം. അതായത് ഇപ്പോൾ നമുക്ക് സെൻട്രലും സ്റ്റേറ്റിലും ആണ് കൂടുതൽ അധികാരമുള്ളത്. നമ്മൾ പഞ്ചായത്തുകളിലോട്ട് അധികാരമൊന്നും കൊടുത്തിട്ടില്ല. വികേന്ദ്രീകരണം, ഡീസെൻട്രലൈസേഷൻ വേണം. ഈ പവറുകളൊക്കെ സെൻട്രും സ്റ്റേറ്റും മാത്രം കൈയടക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രോപ്പറായിട്ട് ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് ഭരണം നടത്താൻ പറ്റില്ല. നമ്മളുടെ ആവശ്യങ്ങളിലോട്ട് മൊത്തത്തിൽ അറിഞ്ഞു വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വേണം, പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരണം തന്നെ നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞു. അവർ കൊണ്ടുവന്ന ആദ്യത്തെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഒരു 3 ടയർ സിസ്റ്റം ഇവിടെ കൊണ്ടുവരണം. 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരണം. അവിടെ എങ്ങനെയാ? ഗ്രാമപഞ്ചായത്ത് വില്ലേജ് ലെവലിൽ, അതിനുശേഷം പഞ്ചായത്ത് സമിതി ബ്ലോക്ക് ലെവലിൽ. നമുക്കിപ്പോഴും ഉണ്ട്, നമുക്ക് 3 ടയറാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട്. പിന്നെ ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ. ഇങ്ങനെ 3 ടയറായിട്ട് 3 ലെവലായിട്ട് നമുക്കൊരു സിസ്റ്റം കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെയാ? നമ്മളുടെ ഏറ്റവും ബേസിൽ വില്ലേജിൽ ഗ്രാമപഞ്ചായത്ത്, അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പഞ്ചായത്തുകൾ ചേർന്നിട്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സമിതി, അത് കഴിഞ്ഞ് ഈ ബ്ലോക്കുകളൊക്കെ ചേർന്നിട്ട് ഒരു ജില്ലാ പരിഷത്ത്. അപ്പോൾ അങ്ങനെയാണ് അവരൊരു സിസ്റ്റം വെച്ചത്. ആദ്യത്തെ റെക്കമെൻഡേഷൻ ഒരു 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണം. അതിൽ ഇങ്ങനെ 3 ലെവലുകളായിട്ട് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഇവരെയൊക്കെ ഇൻഡയറക്റ്റ് എലക്ഷൻസ് വഴിയാണ് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക, ഇൻഡയറക്റ്റ് എലക്ഷൻസ് വഴിയാണ് ഇവരെ ലിങ്ക് ചെയ്യുന്നത്. നമ്മളുടെ ഗ്രാമപഞ്ചായത്തിലോട്ട് നേരിട്ട് തിരഞ്ഞെടുക്കും. അതിനുശേഷം പഞ്ചായത്ത് സമിതിയിലോട്ട് ഈ ഗ്രാമപഞ്ചായത്തിലുള്ളവർ ആൾക്കാരെ തിരഞ്ഞെടുത്ത് വിടും. അതിനുശേഷം നമ്മളുടെ പഞ്ചായത്ത് സമിതിയിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്ത് ജില്ലാ പരിഷത്തിലോട്ട് വിടും. അപ്പോൾ ഇവിടെ ലിങ്കിങ് എങ്ങനെയാ? ഇൻഡയറക്റ്റ് എലക്ഷൻസ് വഴിയാണ്. അപ്പോൾ രണ്ടാമത്തെ റെക്കമെൻഡേഷൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, വില്ലേജ് പഞ്ചായത്തിലോട്ട് ഡയറക്റ്റ് എലക്ഷൻ വഴി, അതുപോലെ തന്നെ സമിതി ആൻഡ് ജില്ലാ പരിഷത്തിലോട്ട് വരുമ്പോൾ അത് ഇൻഡയറക്റ്റ് എലക്ഷൻ വഴിയാണ്. അത് കഴിഞ്ഞാൽ എല്ലാ പ്ലാനിങ്ങും ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസും ഒക്കെ നമ്മളുടെ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് കൊടുക്കണമെന്ന് അവർ പറഞ്ഞു. അതിനുശേഷം സമിതി, നമ്മളുടെ പഞ്ചായത്ത് സമിതി ഉണ്ടല്ലോ ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്ത് സമിതിക്ക് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് കൊടുക്കണം. നമ്മൾ ഈ ഇംപ്ലിമെൻറ്റേഷനൊക്കെ വരില്ല, നമ്മളുടെ ചീഫ് മിനിസ്റ്ററും മിനിസ്റ്റർമാരും അടങ്ങുന്ന സമിതി, അതുപോലെ തന്നെ സെൻട്രലിൽ നമ്മളെ പ്രൈം മിനിസ്റ്ററും നമ്മളുടെ
മിനിസ്റ്റർമാരൊക്കെ അടങ്ങുന്ന ഒരു സമിതി ഇംപ്ലിമെൻറ്റ് ചെയ്യില്ലേ കുറേ കാര്യങ്ങൾ, അതുമാതിരി ഇവിടെ ഇംപ്ലിമെൻറ്റേഷനായിട്ട് ഒരു എക്സിക്യൂട്ടീവ് ഓർഗനായിട്ട് വർക്ക് ചെയ്യേണ്ടത് പഞ്ചായത്ത് സമിതി ആയിരിക്കണം, ബ്ലോക്ക് ലെവലിലുള്ള. അതേസമയം നമ്മളെ ശിലാപരിഷത്തിലോട്ട് പോകുമ്പോൾ, അതായത് ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആ ഒരു ശിലാപരിഷത്തിലോട്ട് പോകുമ്പോൾ അത് കൂടുതലും അഡ്വൈസറി, കോർഡിനേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസറി ഫങ്ഷൻസ് ആണ് അതിന് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ ആർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്? നമ്മളുടെ ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്ത് സമിതിക്ക് കൊടുക്കണമെന്നും, ശിലാപരിഷത്ത് വെറുതെ ഒരു അഡ്വൈസറി, കോർഡിനേറ്റിംഗ്, സൂപ്പർവൈസറി കമ്മിറ്റി ആയിട്ട് അവിടെ നിൽക്കണം. അതായത് അഡ്വൈസസ് കൊടുക്കാനും ഇപ്പോൾ ഇവരുടെയൊക്കെ ഫങ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യാനും ഇവരൊക്കെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് സൂപ്പർവൈസ് ചെയ്യാനുമായിട്ടാണ് ശിലാപരിഷത്തിനെ നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. പിന്നെ നമ്മളെ ശിലാപരിഷത്ത് ഉണ്ടല്ലോ, അവിടെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം ചെയർമാൻ എന്നും നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത പറഞ്ഞു. അതുമാത്രമല്ല, പ്രോപ്പറായിട്ട് ഒരു ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കുറേ എന്താ പറയുക, പഞ്ചായത്ത് സമിതിയും ശിലാപരിഷത്തും നമ്മളുടെ ഗ്രാമപഞ്ചായത്തൊക്കെ കൂടി ഫോം ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് അധികാരം എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ പ്രോപ്പറായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഓഫ് പവർ ഉണ്ടാവണം. നമ്മുടെ സ്റ്റേറ്റിൻ്റെ കയ്യിലുള്ള കുറേ കാര്യങ്ങൾ, കുറച്ചെങ്കിലും കാര്യങ്ങളെങ്കിലും നമ്മളുടെ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്നുണ്ടാവണം എന്ന് പറഞ്ഞു. പിന്നെ റിസോഴ്സസും വേണം, പവർ മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇതൊക്കെ ചെയ്യാനായിട്ട് എന്തെങ്കിലും റിസോഴ്സസ് വേണ്ടേ? കാശുണ്ടെങ്കിലല്ലേ കുറേ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു റോഡ് പണിയണം, അല്ലെങ്കിൽ ഡ്രെയിനേജ് പണിയണം, അവിടെയൊക്കെ വരുമ്പോൾ റിസോഴ്സസ് വേണ്ടേ? വെറുതെ അധികാരം മാത്രം കൊടുത്താൽ പോരല്ലോ. അതുപോലെ തന്നെ ഫർദർ അതോറിറ്റി ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ കൂടുതൽ അധികാരങ്ങൾ ഈ നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അവർ പറഞ്ഞല്ലോ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനാണ് വേണ്ടത്, വികേന്ദ്രീകരണമാണ് വേണ്ടത്. നമ്മളുടെ സ്റ്റേറ്റും സെൻറ്ററും എല്ലാ അധികാരങ്ങളും പിടിച്ച് കയ്യിൽ വെച്ചിരിക്കരുത്. ഭാവിയിൽ അധികാരങ്ങൾ പതിയെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വെച്ചപ്പോൾ അത് നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ NDC അത് അംഗീകരിച്ചു. അങ്ങനെ അത് അംഗീകരിച്ചതിന് ശേഷം നമ്മളുടെ സ്റ്റേറ്റുകളിലൊക്കെ അത് നിലവിൽ വരാൻ തുടങ്ങി. പക്ഷെ നമ്മൾ NDC പറഞ്ഞു, ഈ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞതുപോലെ അതേപടി ഒന്നും എല്ലാ കാര്യങ്ങളും ഫോം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റെക്കമെൻഡേഷൻസ് പറഞ്ഞതിൽ തന്നെ പല വ്യത്യാസങ്ങളും നമ്മൾ ഇതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ കാണും. അവർ പറഞ്ഞു ഒരു റിജിഡ് പാറ്റേൺ ഒന്നും വേണ്ട. അതായത് നമ്മളെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞില്ലേ, അത് നമ്മളുടെ വില്ലേജിൽ നമുക്കൊരു ഗ്രാമപഞ്ചായത്ത്, നമ്മളുടെ ബ്ലോക്കിൽ ഒരു പഞ്ചായത്ത് സമിതി, ഡിസ്ട്രിക്റ്റിൽ ശിലാപരിഷത്ത്, ഇവിടെ നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്ത് സമിതിയായിരിക്കും എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ നമ്മളുടെ NDC പറഞ്ഞു അങ്ങനെ റിജിഡ് ആയിട്ടുള്ള പാറ്റേൺ ഒന്നും വേണ്ട, നിങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചൂസ് ചെയ്തോളൂ. ആർക്കാണ് കൂടുതൽ അധികാരം കൊടുക്കുന്നത്, പഞ്ചായത്ത് സമിതിക്കാണോ, ശിലാപരിഷത്തിനാണോ, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാമപഞ്ചായത്തിനാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ പഞ്ചായത്ത് സിസ്റ്റം നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് മാത്രം നമ്മളുടെ NDC പറഞ്ഞു. അപ്പോൾ 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റീനെ കൊണ്ടുവന്ന് അവർ 57 നവംബറിൽ തന്നെ റെക്കമെൻഡേഷൻസ് വെച്ച് NDCക്ക് സമർപ്പിച്ചു. NDC പറഞ്ഞു, നിങ്ങൾ റിജിഡ് പാറ്റേൺ ഒന്നും ഇവർ പറഞ്ഞ പോലെ അതേപടി ഒന്നും ഫോളോ ചെയ്യേണ്ട, പക്ഷേ ബേസിക് പ്രിൻസിപ്പിൾസും ബ്രോഡ് ഫണ്ടമെൻ്റൽസും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, അതായത് പഞ്ചായത്തുകൾക്ക് ഇങ്ങനെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ വഴി പവേഴ്സ് കൊടുക്കണം, അവർക്ക് അവരവരുടേതായിട്ടുള്ള റിസോഴ്സസ് വേണം എന്നൊക്കെ ഉള്ളതൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് നമ്മളുടെ NDC പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് ആദ്യത്തെ പഞ്ചായത്ത് സിസ്റ്റം വരുന്നത് നമ്മളെ രാജസ്ഥാനിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. അവിടെ നെഗോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മളെ നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്യണത്. എന്നായിരുന്നു? ഒക്ടോബർ 2, 1959. അതായത് നമ്മളുടെ ഗാന്ധിജിയുടെ ജന്മദിനമാണ് അല്ലേ. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2, 1959 നമ്മളുടെ ഈ ഒരു രാജസ്ഥാനിൽ നെഗോർ എന്ന പ്രദേശത്ത് ആദ്യത്തെ പഞ്ചായത്ത് സിസ്റ്റം വരുന്നത്. അതിനുശേഷം ആന്ധ്രാപ്രദേശാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇവിടെ നമ്മളുടെ NDC പറഞ്ഞില്ലേ, ഒരു റിജിഡ് പാറ്റേൺ ഒന്നും വേണ്ട, നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞതുപോലെയൊന്നും കാര്യങ്ങൾ അതേപടി കൊണ്ടുവരുമൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാജ്യത്തെ പല പ്രദേശങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അത് എന്തിലൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് ടയേഴ്സിൽ ബൽവന്ത് റായ് മെഹ്ത്ത പറഞ്ഞത് 3 ടയറാണ്, പക്ഷെ ചില സ്ഥലങ്ങളിൽ 2 ടയർ ഉണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ 4 ടയർ ഉണ്ടായിരുന്നു. അത് നമ്മൾ കാണും. റിലേറ്റീവ് പൊസിഷൻ ഓഫ് സമിതി ആൻഡ് പരിഷത്ത്,
നമ്മൾ കണ്ടു സമിതിക്ക് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ കൊടുക്കണം, നമ്മളെ ജില്ലാ പരിഷത്തിന് നമ്മൾ അഡ്വൈസറി, സൂപ്പർവൈസറി അതുപോലത്തെ ഫംഗ്ഷൻസ് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ് കൊടുത്തത്. പിന്നെ ടെന്യൂർ, അവരെത്ര കാലയളവിനാണ് അവരുടെ ഇപ്പോൾ 5 വർഷത്തേക്കാണോ 3 വർഷത്തേക്കാണോ 4 വർഷത്തേക്കാണോ ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റം ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പോൾ 5 വർഷത്തെ സിസ്റ്റമാണുള്ളത്, പക്ഷെ അന്ന് പല സംസ്ഥാനങ്ങളിലും പല രീതിയിലാണ്. കാരണം ഇപ്പോൾ ഭരണഘടനയിലൊക്കെ അത് പ്രോപ്പറായിട്ട് എഴുതി വെച്ച് പ്രോപ്പറായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ NDC നിങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ കൊണ്ടുവന്നോ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കമ്പോസിഷൻ്റെ കാര്യത്തിലും ആരൊക്കെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത്, ഡയറക്റ്റ് ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ഇലക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഫങ്ഷൻസിൻ്റെ കാര്യത്തിലും നമ്മളുടെ ജില്ലാ പരിഷത്ത് എന്താ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യത്തിലും ഫിനാൻസസിൻ്റെ കാര്യത്തിൽ അവർക്ക് എങ്ങനെയൊക്കെയാണ് ഈ റിസോഴ്സസ്, അതായത് സാമ്പത്തികമായിട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാനുള്ള റിസോഴ്സസ് കിട്ടുക എന്നുള്ള കാര്യത്തിലും ഓരോ സംസ്ഥാനങ്ങളും ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളെ രാജസ്ഥാൻ്റെതായിട്ടുള്ളൊരു സിസ്റ്റത്തിൽ 3 ടയർ സിസ്റ്റം ആയിരുന്നു. അതായത് നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത പറഞ്ഞ പോലെ 3 ടയറായിരുന്നു നമ്മളുടെ ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്. പക്ഷേ തമിഴ്നാട്ടിലോട്ട് പോയപ്പോൾ അവിടെ 2 ടയറായിരുന്നു. അതേസമയം വെസ്റ്റ് ബംഗാളിലോട്ട് പോയപ്പോൾ അവിടെ 4 ടയറായിരുന്നു. ഇവർ പറഞ്ഞതിനേക്കാളും ഒരു എക്സ്ട്രാ ടയർ നമ്മളെ വെസ്റ്റ് ബംഗാളിൽ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളുടെ വ്യത്യാസങ്ങൾ ടയർ സിസ്റ്റം, അതായത് 3 ടയർ, 2 ടയർ, 4 ടയർ ഒക്കെ ആയിട്ട് അവിടെ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്ന പോലെ തന്നെ നമ്മളുടെ ആർക്കാണ് അധികാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിലും ഡിഫറൻസസ് ഉണ്ടായിരുന്നു. രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് അവരൊക്കെ കൊണ്ടുവന്ന ഒരു സിസ്റ്റത്തിൽ അവിടെ സമിതിക്കായിരുന്നു ഇമ്പോർട്ടൻസ്. നമ്മളെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് സമിതിക്കായിരുന്നു അവിടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ഒക്കെ കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടുള്ളത്. പക്ഷെ മഹാരാഷ്ട്ര, ഗുജറാത്ത് പോലുള്ള പ്രദേശങ്ങളിൽ ജില്ലാ പരിഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ചോദിക്കാം, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് സിസ്റ്റത്തിൽ ജില്ലാ പരിഷത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്നൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ജില്ലാ പരിഷത്തിന് മഹാരാഷ്ട്ര, ഗുജറാത്ത് സിസ്റ്റത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നമ്മൾ രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് സിസ്റ്റം അവർ പഞ്ചായത്ത് സമിതിക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ ഈ പഞ്ചായത്ത് സമിതി ഇങ്ങനത്തെ എന്താ പറയുക, നമ്മളെ ജില്ലാ പരിഷത്തൊക്കെ നിലവിൽ വന്നതിൻ്റെ ഒപ്പം തന്നെ ന്യായ് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഒരു ജുഡീഷ്യൽ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ പഞ്ചായത്തുകളോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം, ചെറിയ ചെറിയ സിവിൽ ആൻഡ് ക്രിമിനൽ കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ന്യായ് പഞ്ചായത്തും ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ കമ്മിറ്റി പഠിച്ചത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ജനുവരി 1957 നിയമിക്കപ്പെട്ടത്, അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, ഇതിനെ രണ്ടിനെയും വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വന്നത്. അവരെങ്ങനെ വിലയിരുത്താനായി വന്ന് അവർ നവംബർ 1957 റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ അവർ പ്രോപ്പറായിട്ട് എടുത്ത് പറഞ്ഞു, ഇങ്ങനെ സെൻറ്ററിൻ്റെയും സ്റ്റേറ്റിൻ്റെയും കയ്യിൽ അധികാരം വെച്ചുകൊണ്ട് പോയാൽ പോരാ, നമ്മൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഇവിടെ നടത്തണം, ജനാധിപത്യത്തിലെ അധികാര വികേന്ദ്രീകരണം നടത്തി പഞ്ചായത്തുകൾക്കും അത്യാവശ്യം കാര്യങ്ങളിലൊക്കെ അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ റെക്കമെൻഡേഷൻ ഒരു 3 ടയർ സിസ്റ്റം, നമ്മളുടെ വില്ലേജ് ലെവലിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് ലെവലിൽ വില്ലേജുകളൊക്കെ ചേർന്ന് ഒരു പഞ്ചായത്ത് സമിതി, ഡിസ്ട്രിക്ട് ലെവലിൽ ബ്ലോക്കുകളൊക്കെ ചേർന്ന് ഒരു ജില്ലാ പരിഷത്ത്. അവിടെ ഇവർ തമ്മിലുള്ള ലിങ്കിങ് എങ്ങനെ വരുന്ന ഇൻഡയറക്റ്റ് ഇലക്ഷൻസ് വഴിയാണ്. കാരണം നമ്മളുടെ വില്ലേജ് ലെവലിലുള്ള ഗ്രാമപഞ്ചായത്തിലോട്ട് നമ്മൾ നേരിട്ട് ആൾക്കാർ തിരഞ്ഞെടുക്കും. അതിനുശേഷം നമ്മളുടെ പഞ്ചായത്ത് സമിതിയിലോട്ട് ആ ഗ്രാമപഞ്ചായത്തിലുള്ളവർ ആൾക്കാരെ തിരഞ്ഞെടുക്കും ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ നമ്മൾ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ അയച്ച മെമ്പേഴ്സാണ് പിന്നെ പഞ്ചായത്ത് സമിതിയിലോട്ട് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ മുകളിലുള്ള ജില്ലാ പരിഷത്തിലോട്ട് പഞ്ചായത്ത് സമിതിയിൽ നിന്നുള്ളവർ ആൾക്കാരെ തിരഞ്ഞെടുക്കും. അങ്ങനെയായിരുന്നു സിസ്റ്റം നമ്മളെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞു എല്ലാ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫങ്ഷൻസ് ഇവർക്ക് കുറേ അധികം കാര്യങ്ങൾ കൊടുക്കണം. പിന്നെ നമ്മളുടെ സമിതി, പഞ്ചായത്ത് സമിതിക്കായിരിക്കണം എക്സിക്യൂട്ടീവ് റോൾ കൊടുക്കേണ്ടത്. ജില്ലാ പരിഷത്ത് വെറും ഒരു അഡ്വൈസറി, കോർഡിനേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസറി ഫംഗ്ഷൻ മാത്രമായിട്ടായിരിക്കണം നിലനിൽക്കേണ്ടത്. പിന്നെ നമ്മളെ ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാനായിട്ട് വരേണ്ടത് ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇവർക്ക് വെറുതെ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രം പോരാ, ജെനുവിനായിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്റിൻ്റേതായിട്ട് കയ്യിലിരിക്കുന്ന കുറേ അധികാരങ്ങളൊക്കെ നമ്മളെ പഞ്ചായത്തിന് കൊടുക്കണം. പിന്നെ റിസോഴ്സസും കൊടുക്കണം, അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ റിസോഴ്സസ് വേണം.
ഭാവിയിൽ കൂടുതൽ അധികാരങ്ങൾ ഈ ഒരു പഞ്ചായത്ത് സിസ്റ്റത്തിന് കൊടുക്കണം. അങ്ങനെ അവർ റിപ്പോർട്ട് വെച്ചപ്പോൾ നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അത് അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചെങ്കിലും അവർ പറഞ്ഞു ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുടെ പോലെ അതുപോലെ തന്നെ റിജിഡ് പാറ്റേൺ ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണും. അത് നമ്മളുടെ രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. നെഗോർ എന്ന പ്രദേശത്ത് ഗാന്ധിജിയുടെ ജനനത്തീയതി ആയിട്ടുള്ള 2/10/1959 ഈ ഒരു കാര്യം നിലവിൽ വന്നത്. ആദ്യമായിട്ട് നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രാജസ്ഥാനിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു 3 ടയർ സിസ്റ്റമാണ്, തമിഴ്നാട്ടിൽ 2 ടയർ സിസ്റ്റമാണ്, വെസ്റ്റ് ബംഗാളിൽ 4 ടയർ സിസ്റ്റമാണ്. അങ്ങനെ പല കാര്യങ്ങളിൽ നമ്പർ ഓഫ് ടയേഴ്സിൽ, റിലേറ്റീവ് പൊസിഷൻ ഓഫ് സമിതി ആൻഡ് പരിഷത്തിൽ, ടെന്യൂറിൽ, കമ്പോസിഷനിൽ, ഫങ്ഷൻസിൽ, ഫിനാൻസിൽ ഓരോ സംസ്ഥാനങ്ങളിലോട്ട് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളുടെ രാജസ്ഥാൻ ആന്ധ്ര സിസ്റ്റത്തിൽ അവിടെ സമിതിക്കായിരുന്നു ഇമ്പോർട്ടൻസ് എങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് സിസ്റ്റത്തിൽ ജില്ലാ പരിഷത്തിനായിരുന്നു ഇമ്പോർട്ടൻസ്. പിന്നെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വന്നതിനോടൊപ്പം തന്നെ അവിടെ ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ ചെറിയ സിവിൽ ക്രിമിനൽ കേസുകളൊക്കെ പരിഹരിക്കാനായിട്ട് ന്യായ് പഞ്ചായത്തുകളും നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയാണ് നമുക്ക് ആദ്യത്തെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയിൽ പഠിക്കാനുള്ള. അപ്പോൾ നമ്മൾ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്സ് ടി ജി. അപ്പോൾ ബാക്സ് ടി ജിയിലത്തെ ബി ബൽവന്ത് റായ് മെഹ്ത്ത കംപ്ലീറ്റ് ആയി. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കമ്മിറ്റി എ വെച്ച് തുടങ്ങുന്നതാണ് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. ഈ അശോക് മെഹ്ത്ത കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് 1977 അതായത് നമ്മളുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിരിക്കുന്ന സമയം. അടിയന്തരാവസ്ഥ കൊണ്ടുവന്നതിൻ്റെ പേരിൽ തന്നെ ഇന്ദിരാഗാന്ധി ഇലക്ഷനിൽ തോറ്റു, അധികാരം നഷ്ടപ്പെട്ടു. ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. അവരാണ് ഈ ഒരു അശോക് മെഹ്ത്ത കമ്മിറ്റീനെ കൊണ്ടുവരുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റമൊക്കെ വളരെ വീക്കായിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് റെക്കമെൻഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അശോക് മെഹ്ത്ത കമ്മിറ്റീനെ കൊണ്ടുവരുന്നത്. അവർ 1978 റിപ്പോർട്ട് സമർപ്പിച്ചു. 132 റെക്കമെൻഡേഷൻസ് ആണ് അവർ വെച്ചത്. അതിലത്തെ മെയിൻ റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അവർ പറഞ്ഞത് 2 ടയർ സിസ്റ്റം വേണമെന്നാണ്. നമ്മൾ കണ്ടു നമ്മളുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എത്ര ടയറാണ് പറഞ്ഞത്? 3 ടയറാണ് അവർ പറഞ്ഞത്. പക്ഷേ പല സംസ്ഥാനങ്ങളിലും വ്യത്യാസമായിട്ടാണ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തത്. കാരണം NDC പറഞ്ഞു നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുന്നു വേണ്ട. പക്ഷേ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞത് 3 ടയർ സിസ്റ്റമാണ്. ഇവിടെ അശോക് മെഹ്ത്തയിലോട്ട് വന്നപ്പോൾ അവർ 2 ടയർ സിസ്റ്റം മതി എന്ന് പറഞ്ഞു. അതായത് ജില്ലാ പരിഷത്ത്, അതിൻ്റെ താഴെ മണ്ഡൽ പഞ്ചായത്ത്. അപ്പോൾ വില്ലേജ് ലെവലിലുള്ള ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതിനെ അവർ മാറ്റി നിർത്തി. ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ, മണ്ഡൽ പഞ്ചായത്ത് കുറച്ച് വില്ലേജ് പഞ്ചായത്തുകൾ വില്ലേജുകൾക്കായിട്ട് ചേർത്തിട്ട്, അതായത് ഒരു 15,000 മുതൽ 20,000 വരെ ടോട്ടൽ പോപ്പുലേഷൻ വരുത്തക്ക രീതിയിൽ വില്ലേജുകളെ ചേർത്തിട്ട് മണ്ഡൽ പഞ്ചായത്ത് കൊണ്ടുവന്നാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മളുടെ വില്ലേജ് ലെവലിലുള്ള ഗ്രാമപഞ്ചായത്ത് എന്നുള്ള സിസ്റ്റത്തിനെ മാറ്റിയിട്ട് കുറച്ചധികം വില്ലേജുകൾക്കായിട്ട് ഒരു മണ്ഡൽ പഞ്ചായത്താണ് അവർ പറഞ്ഞത്. വെറും 2 ടയർ മതിയെന്ന് നമ്മളുടെ അശോക് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞു. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് ആയിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ സ്റ്റേറ്റിൽ നിന്നുള്ള അധികാരം ആദ്യം ഡീസെൻട്രലൈസ് ചെയ്ത് പോകേണ്ടത് നമ്മളുടെ ഡിസ്ട്രിക്റ്റിലോട്ടായിരിക്കണം. ജില്ലാ പരിഷത്തായിരിക്കണം എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ഉണ്ടാവേണ്ടത്. നമ്മളെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞത് നമ്മളുടെ ബ്ലോക്ക് ലെവലിലുള്ള പഞ്ചായത്ത് സമിതിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ജില്ലാ പരിഷത്തിന് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രസൻസ് ഉണ്ടാവണം. ഈ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവരും അവരുടേതായിട്ടുള്ള ഇലക്ഷനിലൊക്കെ പങ്കെടുത്ത് അവരുടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ വന്നു കഴിഞ്ഞാലാണ് അവിടെ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് സിസ്റ്റത്തിന് ടാക്സേഷനുള്ള അധികാരം കൊടുക്കണം. എന്നാലല്ലേ അവർക്ക് അവരവരുടേതായിട്ടുള്ള റിസോഴ്സസ് കണ്ടെത്താൻ പറ്റുള്ളൂ. നമ്മളെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസോഴ്സസ് കൊടുക്കണം, പവർ കാര്യങ്ങൾ മാത്രം കൊടുത്താൽ പോരാ, ഇതൊക്കെ ചെയ്യാനുള്ളൊരു ക്യാഷും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ടാവണ്ടേ. ഇത് സ്റ്റേറ്റ് വഴി സ്റ്റേറ്റ് കൊടുക്കുന്ന കുറച്ച് കാശ് പഞ്ചായത്തെ പിടിച്ചോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യുന്നു പറഞ്ഞ് കൊടുക്കണ റിസോഴ്സസ് പോരാ. സ്വന്തമായിട്ട് ടാക്സ് പിരിച്ച് അതിൽ നിന്ന് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള കുറച്ച് റിസോഴ്സസ് അവർക്ക് കിട്ടണം എന്ന് നമ്മുടെ അശോക് മെഹ്ത്ത കമ്മിറ്റി പറഞ്ഞു. അതിനുശേഷം അവർ പറഞ്ഞത് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാവണം. ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റമൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ, അവർ പ്രോപ്പറായിട്ടല്ലേ വർക്ക് ചെയ്യണമെന്നൊക്കെ നോക്കണ്ടേ. There should be a regular social audit by a district level agency and by a committee of legislators to check whether the funds allotted for the vulnerable and social and economic groups are actually spent on them. ഇവർക്ക് നമ്മൾ ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് ഈ സോഷ്യൽ എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്കൊക്കെ
മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ടൊക്കെ പ്രോപ്പറായിട്ട് അവർ അതിനു വേണ്ടി തന്നെയല്ലേ ഉപയോഗിക്കുന്നതെന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ടൊരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നും പറഞ്ഞു. പിന്നെ അതിനുശേഷം പറഞ്ഞത് സ്റ്റേറ്റ്സ് ഷുഡിൻ സൂപ്പർസീഡ്. ഈ പഞ്ചായത്ത് രാജിൻ്റെ ഫങ്ഷൻസിലോട്ടൊക്കെ സ്റ്റേറ്റ് പോയിട്ട് കൈകടത്താൻ പാടില്ല. ഇപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിട്ടു, അപ്പോൾ 6 മാസത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ നടത്തി പുതിയൊരു പഞ്ചായത്ത് ഭരണസമിതി അവിടെ വരണം. അതിനുശേഷം ന്യായ് പഞ്ചായത്ത് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ്. ഇതിൻ്റെ കൂടെ നിർത്തരുത്. ന്യായ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്താ കുറച്ചും കൂടെ ജുഡീഷ്യൽ ഫംഗ്ഷനാണ് വരുന്നത്. ഇവിടെ നമ്മളെ പഞ്ചായത്ത് സിസ്റ്റത്തിൽ ഉള്ള ഫംഗ്ഷൻസ് അല്ല നമ്മളെ ന്യായ പഞ്ചായത്തിന് വരുന്നത്. അവിടെ ക്രിമിനൽ സിവിൽ കേസുകളൊക്കെ പരിഹരിക്കുമ്പോൾ അത് പഞ്ചായത്തിനോട് ചേർന്നിട്ടായിരിക്കില്ല നടത്തേണ്ടത്. അത് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. അത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ജഡ്ജ് വേണം പ്രിസൈഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മളുടെ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ടുള്ള ഇലക്ഷൻ നടത്താനായിട്ട് നമ്മളുടെ ഒരു ചീഫ് ഇലക്ഷൻ ഓഫീസർ ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ടാവണം. പിന്നെ ഡെവലപ്മെന്റ് ഫങ്ഷൻസ് മൊത്തം നമ്മൾ ജില്ലാ പരിഷത്തിന് കൊടുക്കണം. കണ്ടില്ലേ, ജില്ലാ പരിഷത്തിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളുടെ ജനങ്ങളുടേതായിട്ടുള്ള സപ്പോർട്ട് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ടായിട്ട് ഇവിടെ കുറേ വോളണ്ടറി ഏജൻസീസ് ഒക്കെ ഉണ്ടാവില്ലേ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അവർ ജനങ്ങളെ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണം. അവരോട് പറയണം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിതിൽ പങ്കെടുക്കണം എന്നുള്ള രീതിയിൽ പറയണം. കാരണം ഇന്ന് നമുക്കറിയുന്ന പോലെ അന്ന് നമുക്കറിയില്ലല്ലോ. അന്ന് കുറേ പേരൊന്നും പങ്കെടുക്കുന്നൊന്നും ഉണ്ടാവില്ല. അന്നൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സെൻട്രൽ ഗവൺമെൻറ്റിനെയും കുറിച്ച് മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ പീപ്പിൾ സപ്പോർട്ടും മൊബിലൈസ് ചെയ്യണമെന്ന് നമ്മൾ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് രാജ് ആ ഒരു സിസ്റ്റം നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ ഹെഡ് ചെയ്യാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താനായിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനായിട്ട് ഒരു മിനിസ്റ്റർ ഉണ്ടാവണം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലൊക്കെ. അതിനുശേഷം SC/ST റിസർവേഷൻ കൊണ്ടുവരണം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ. അതും കഴിഞ്ഞ് അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കുന്നത് 1992 മാത്രമാണ്. 67 പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയുടെ കീഴിൽ കൊണ്ടുവന്ന കുറച്ച് റെക്കമെൻഡേഷൻസ് വെച്ചിട്ട് NDCയുടെ അംഗീകാരത്തോടു കൂടെ ആ ഒരു റെക്കമെൻഡേഷൻസ് പ്രകാരം കംപ്ലീറ്റ് റിജിഡ് പാറ്റേണിലല്ലെങ്കിലും ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിൽ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നു. പക്ഷെ അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം. ആർട്ടിക്കിൾ 40 തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒരു ടൈമിൽ കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു റെക്കമെൻഡേഷനൊക്കെ ചെയ്തു വെച്ചു. പക്ഷെ നമ്മുടെ ജനതാ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടായി. ആ ജനതാ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഓരോരുത്തർക്ക് അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ച് അവരില്ലാണ്ടായി. അങ്ങനെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അത് കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു. കോൺഗ്രസ് ഗവൺമെൻറ് ഈ ജനതാ പാർട്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന കാര്യങ്ങൾ ആ ഒരു റെക്കമെൻഡേഷൻസ് അവരുടെ കീഴിൽ കൊണ്ടുവന്ന ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്തില്ല. പക്ഷെ ചില സംസ്ഥാനങ്ങൾ കർണാടക, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അശോക് മേത്ത കമ്മിറ്റിയിൽ നമ്മൾ കാണേണ്ടത് 1977 ജനതാ ഗവൺമെൻറ്റാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവർ 1978 132 റെക്കമെൻഡേഷൻസ് വെച്ചിട്ടാണ് റിപ്പോർട്ട് വെക്കുന്നത്. ഇവർ പറഞ്ഞത് 2 ടയർ സിസ്റ്റം വേണമെന്നാണ്. ജില്ലാ പരിഷത്ത്, അതിൻ്റെ താഴെ മണ്ഡൽ പഞ്ചായത്ത്, കുറച്ചധികം വില്ലേജുകൾക്ക് കൂടിയിട്ട് ഒരു 15,000 20,000 പോപ്പുലേഷൻ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു മണ്ഡൽ പഞ്ചായത്ത്. അതിനുശേഷം അവർ പറഞ്ഞത് ഡിസ്ട്രിക്റ്റുകളായിരിക്കണം ആദ്യത്തെ പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. ജില്ലാ പരിഷത്തിനാണ് എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് കൊടുക്കേണ്ടത്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിലൊക്കെ ഇൻവോൾവ് ആവണം. ഇവർക്ക് റിസോഴ്സസ് നൽകാനായിട്ട് അവർക്കായിട്ട് തന്നെ ടാക്സേഷൻ, അവർക്കായിട്ട് തന്നെ ടാക്സ് വഴി ഫണ്ട് കണ്ടെത്താനുള്ള മാർഗങ്ങൾ നൽകണം. പിന്നെ സോഷ്യൽ ഓഡിറ്റ് നടത്തണം. ഇവിടെ കൊടുക്കുന്ന ഫണ്ടുകളൊക്കെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഗ്രൂപ്പ്സിനായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട് സോഷ്യൽ ഓഡിറ്റ് നടത്തണം. അതിനുശേഷം പറഞ്ഞത് സ്റ്റേറ്റ്സ് ഒരിക്കലും ഇവരുടെ അധികാരത്തിലോട്ട് കൈ കടത്തരുത്. എങ്ങാനും ഒരു ഭരണസമിതിയൊക്കെ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണം. പിന്നെ ഈ ക്രിമിനൽ സിവിൽ കേസുകളൊക്കെ വിചാരണ കാര്യങ്ങളൊക്കെ നടത്താനുള്ള ന്യായ് പഞ്ചായത്ത് ഒരു സെപ്പറേറ്റ് സിസ്റ്റമായിട്ട് നിൽക്കണം. അവരെ ഹെഡ് ചെയ്യാൻ ഒരു ക്വാളിഫൈഡ് ജഡ്ജ് വേണം. പിന്നെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് വേണം ഇതിൻ്റെ ഇലക്ഷൻസ് ഒക്കെ നടത്താനായിട്ട്. ഡെവലപ്മെന്റ് ഫങ്ഷൻസ് ഒക്കെ നമ്മൾ ജില്ലാ പരിഷത്തിന് കൊടുക്കണം. ജനങ്ങളെയും ഇതിനായിട്ട് മൊബിലൈസ് ചെയ്യണം. അവരെയൊക്കെ പറഞ്ഞറിയിക്കണം ഇങ്ങനൊരു സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കണം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലെ ഇലക്ഷനിൽ SC/ST റിസർവേഷൻ കൊടുക്കണം. പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷനും കൊടുക്കണം എന്നൊക്കെയാണ് നമ്മളുടെ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു വെച്ചത്. പക്ഷേ ജനതാ ഗവൺമെന്റിന്റെ അധികാരം നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ജനതാ ഗവൺമെന്റ് നിയമിച്ച അശോക് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒന്നും ആക്ഷനിലോട്ട് മാറിയില്ല.
അടുത്ത വന്ന ഗവൺമെൻറ് ഇവരെ അംഗീകരിച്ചേ ഇല്ല. പക്ഷേ കർണാടക, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആ ഒരു റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്തുകളെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കുറച്ച് ആക്ഷൻസ് ഒക്കെ എടുത്തു. കാരണം അവിടുത്തെ ഭരണം വേറെ രീതിയിലായിരിക്കും നടക്കുന്നുണ്ടാവുക. അതിനുശേഷം വരുന്നത് അടുത്തത് ബാക്സിലെ ജി വി കെ റാവു കമ്മിറ്റിയാണ്. ജി വി കെ റാവു കമ്മിറ്റിയിൽ വരുമ്പോൾ ഇവരെ നിയമിക്കുന്നത് 1985 പ്ലാനിംഗ് കമ്മീഷനാണ് ഇവരെ നിയമിക്കുന്നത്. ആ ഒരു സമയമായപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഡെവലപ്മെൻറ്റ് മൊത്തം ബ്യൂറോക്രാറ്റീസ് ആയിരിക്കുന്നു. ജി വി കെ റാവു കമ്മിറ്റിയും പറഞ്ഞത് അതാണ്. കാരണം ബ്യൂറോക്രസി വഴിയാണ് ഇവിടുത്തെ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. അശോക് മെഹ്ത്ത കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്ത് രാജ് സിസ്റ്റം വീക്കായെന്ന്. പക്ഷെ അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒന്നും അവർ ഫുൾഫില്ലും ചെയ്തില്ല. ഇവിടെ ഗ്രാസ് റൂട്ട്സ് ലെവൽ ഓഫ് ഡെമോക്രസി കൊണ്ടുവരാനായിട്ടാണല്ലോ ഇങ്ങനെ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷേ ജി വി കെ റാവു കമ്മിറ്റി പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ഗ്രാസിന് റൂട്ട്സേ ഇല്ല. കാരണം പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും ബ്യൂറോക്രസി വഴിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാസിന് ഇവിടെ വേരുകളില്ലല്ലോ, വേരുകളില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് രാജ് സിസ്റ്റം വീക്ക് ആയതുകൊണ്ട് തന്നെ വേരില്ലാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളതെന്ന് ജി വി കെ റാവു കമ്മിറ്റി പറഞ്ഞു. എന്നിട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാൻ അവർ കുറേ അധികം റെക്കമെൻഡേഷൻസ് വെച്ചു. ആദ്യത്തെ റെക്കമെൻഡേഷൻ ജില്ലാ പരിഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരായിരിക്കണം പ്രിൻസിപ്പൽ ബോഡി ഫോർ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ആ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ അവർ വേണം മാനേജ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മളുടെ വില്ലേജ് പഞ്ചായത്ത് പോലുള്ള കാര്യങ്ങളില്ലേ, അക്കാര്യങ്ങൾക്കൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. വെറുതെ അവർക്ക് ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ പോരാ. പിന്നെ സം പ്ലാനിങ് ഫംഗ്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ്. ഇവിടെ പ്ലാനിങ് ഫംഗ്ഷൻ, ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുമെങ്കിലും സ്റ്റേറ്റ് ഇതൊന്നും, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങൾ ഇതൊന്നും ആർക്കും പ്രോപ്പറായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറില്ല. അവരവരുടെ കയ്യിൽ അധികാരം കൈയടക്കി വെക്കാറ് തന്നെയാണ് പതിവ്. അപ്പോൾ ജി വി കെ റാവു കമ്മിറ്റി പ്രത്യേകം പറഞ്ഞു കുറച്ചെങ്കിലും ഫംഗ്ഷൻസ് അവർക്ക് കൊടുക്കടൂ എന്നവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു. പിന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ വേണം. അവരായിരിക്കണം ജില്ലാ പരിഷത്തിൻ്റെ CEO. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡിസ്ട്രിക്ട് കളക്ടറിന് കുറേയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകമായിട്ടൊരു ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ തന്നെ വേണമെന്ന് നമ്മളെ ജി വി കെ റാവു കമ്മിറ്റി പറഞ്ഞു. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഇലക്ഷൻസ് വേണം. ജി വി കെ റാവു കമ്മിറ്റി നോക്കിയപ്പോൾ എന്താ 11ഓളം സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ട് ഇലക്ഷൻ ഒന്നും നടക്കണില്ല. അവിടെ കുറേ നാളായിട്ട് ഇലക്ഷൻ നടക്കാണ്ടായിട്ട് കുറേ നാളായി കഴിഞ്ഞു. ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ നമ്മളെ പഞ്ചായത്ത് രാജിന് ലോക്കൽ പ്ലാനിങ്ങിലും ഡെവലപ്മെൻറ്റിലും ലീഡിങ് റോൾ കൊടുക്കണം. മുൻപത്തേലൊക്കെ മണ്ഡൽ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പ്രത്യേക ഇവരെടുത്ത് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ PRI പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ജി വി കെ റാവു കമ്മിറ്റി എടുത്തു പറഞ്ഞു. ഇവർ ഇതിന് ശേഷം വന്ന ദന്ത്വാല റിപ്പോർട്ടിനോടും ഹനുമന്ത് റാവു റിപ്പോർട്ടിനോടും നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ ദന്ത്വാല റിപ്പോർട്ടും ഹനുമന്ത് റാവു റിപ്പോർട്ടും ഒക്കെ ഡിസ്ട്രിക്ട് ലെവലിൽ കമ്മിറ്റികളൊക്കെ ഫോം ചെയ്യണം, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റികൾ ഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുറച്ചും കൂടെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്തത്. അവർ അവിടെ തന്നെ കളക്ടർക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്ലാനിങ് കമ്മിറ്റികളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് കമ്മിറ്റി കൊണ്ടുവരണം എന്ന് ഈ ഹനുമന്ത് റാവു കമ്മിറ്റിയും ദന്ത്വാല കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അവരൊക്കെ കളക്ടർ അഥവാ മിനിസ്റ്ററൊക്കെ പ്ലാനിങ് കമ്മിറ്റീനെ ഹെഡ് ചെയ്ത് കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ജി വി കെ റാവു കമ്മിറ്റി കണ്ടെത്തിയ ഏറ്റവും വലിയ കുറ്റം എന്തായിരുന്നു? ബ്യൂറോക്രസി കാര്യങ്ങളൊക്കെ കയ്യിലടക്കി വെക്കുന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ജി വി കെ റാവു കമ്മിറ്റി കളക്ടറുടെ സിഗ്നിഫിക്കൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. ലെസ് സിഗ്നിഫിക്കൻസ് ആണ് അവർ കളക്ടർക്ക് കൊടുത്തത് നമ്മളുടെ ജി വി കെ റാവു കമ്മിറ്റി ലെസ് സിഗ്നിഫിക്കൻസ് കൊടുത്തെങ്കിലും പിന്നീട് വന്ന ദന്ത്വാല കമ്മിറ്റിയും അതുപോലെ തന്നെ ഹനുമന്ത് റാവു കമ്മിറ്റിയും ഒക്കെ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിങ് കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടെയൊക്കെ ഹെഡ് ചെയ്യാൻ കളക്ടർ അല്ലെങ്കിൽ മിനിസ്റ്റർ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഹനുമന്ത് റാവുവും ദന്ത്വാലയും കളക്ടർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തെങ്കിൽ നമ്മുടെ ബൽവന്ത് റായ് മെഹ്ത്ത, അശോക് മെഹ്ത്ത, ജി വി കെ റാവു പോലുള്ളവരൊക്കെ കളക്ടറുടെ റോള് കുറയ്ക്കുക ചെയ്തത്. കാരണം ഇവരൊക്കെ പറഞ്ഞെന്താ ബ്യൂറോക്രസിയുടെ റോള് കുറയ്ക്കണം. ആദ്യം ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി വന്നപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അത് കണ്ടപ്പോൾ പറഞ്ഞത് എന്താ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരണം എന്നാ. അശോക് മെഹ്ത്ത കമ്മിറ്റിയും വന്നപ്പോൾ എന്താ പറഞ്ഞത് ഇവിടുത്തെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വളരെ വീക്കാണ്, ബ്യൂറോക്രസി കുറേ കാര്യങ്ങൾ കൈയടക്കി വെക്കുന്നു, അത് പഞ്ചായത്തുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ജി വി കെ റാവു കമ്മിറ്റിയും പറഞ്ഞത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ കളക്ടറിൻ്റെ റോള് കുറയ്ക്കുക ചെയ്ത. കാരണം കളക്ടർ ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് അല്ലല്ലോ. കളക്ടർ എന്ന് പറയുന്നത് ഒരു ഒഫീഷ്യലാണ്. അവർ
ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളല്ല. അതുകൊണ്ട് തന്നെ കളക്ടറിൻ്റെ റോള് കുറയ്ക്കാനാണ് ഈ കമ്മിറ്റികളൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനും. പക്ഷെ ഹനുമന്ത് റാവോയും ദന്ത്വാലയും കളക്ടർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ അത്രയാണ് നമ്മളെ GVK റാവു കമ്മിറ്റിയിൽ വരുന്നത്. നമുക്കത് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. GVK റാവു കമ്മിറ്റി 1985 അപ്പോയിന്റ് ആവുന്ന പ്ലാനിംഗ് കമ്മീഷനാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. അവർ കണ്ടെത്തിയത് എന്തായിരുന്നു? ഇവിടുത്തെ ഡെവലപ്മെന്റ് മൊത്തം ബ്യൂറോക്രസി കൈയടക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെമോക്രസി കൊണ്ടുവരാൻ ശ്രമിച്ച പഞ്ചായത്ത് രാജ് ഇപ്പോൾ വേരുകളില്ലാത്ത ഗ്രാസായി മാറിയിരിക്കുന്നു. കാരണം റൂട്ട്സ് ഇല്ല. പഞ്ചായത്ത് രാജ് സിസ്റ്റം അത്രയും വീക്കായിരിക്കുന്നു. അവർ കുറച്ച് റെക്കമെൻഡേഷൻസ് വെച്ചു. ശിലാപരിഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുറച്ചെങ്കിലും പ്ലാനിംഗ് ഫംഗ്ഷൻസ് ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ ഡെവലപ്മെന്റ് കമ്മീഷണർ വേണം. അവർ വേണം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ജില്ലാ പരിഷത്തായിട്ട് ഇരിക്കാനായിട്ട്. റെഗുലറായിട്ട് ഇലക്ഷൻ നടത്തണം. GVK റാവു കമ്മിറ്റി നോക്കുമ്പോൾ 11ഓളം സംസ്ഥാനങ്ങളിൽ പ്രോപ്പറായിട്ട് ഈ പഞ്ചായത്തുകളിലോട്ടുള്ള ഇലക്ഷനൊന്നും നടക്കുന്നുണ്ടായില്ല. പിന്നെ ഇവർ കൊടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്നുള്ളത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലീഡിങ് റോൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇവർ വേറൊരു കാര്യം കൂടി ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ട്രിക്ട് ലെവൽ ഡെവലപ്മെൻറ്റ് കമ്മീഷണർ കൊണ്ടുവരണം. അവരായിരിക്കണം ജില്ലാ പരിഷത്തിൻ്റെ CEO എന്നുള്ളത്. അവർ അങ്ങനെ വെക്കുന്നതിലൂടെ തന്നെ കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് കുറച്ചു. അതേസമയം ഇവർക്ക് ശേഷം വന്ന ദന്ത്വാല കമ്മിറ്റിയും ഹനുമന്ത് റാവു കമ്മിറ്റിയും ഒക്കെ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാനിംഗ് കമ്മിറ്റീസ് ഫോം ചെയ്യണം. അത് കളക്ടറുടെ അല്ലെങ്കിൽ മിനിസ്റ്ററുടെ കീഴിലായിരിക്കണം. അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹനുമന്ത് റാവോയും ദന്ത്വാലയും കളക്ടർക്ക് കൂടുതൽ സിഗ്നിഫിക്കൻസ് ആണ് കൊടുത്തതെങ്കിൽ ബൽവന്ത് റായ് മെഹ്ത്ത, അശോക് മെഹ്ത്ത, GVK റാവു പോലുള്ളവർ കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയാണ് നമുക്ക് GVK റാവു കമ്മിറ്റിയിൽ വരുന്ന അടുത്ത കമ്മിറ്റി എന്ന് പറയുന്നത് LM സിഗ്വി കമ്മിറ്റിയാണ്. സിഗ്വി കുറേ അധികം കമ്മിറ്റികൾ LM സിഗ്വിയുടെ കീഴിലുണ്ടായിട്ടുണ്ട്. LM സിഗ്വിയുടെ കീഴിൽ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുള്ള കമ്മിറ്റി വരുന്നത് 1986 ആ കമ്മിറ്റി രൂപീകരിച്ചത് രാജീവ് ഗാന്ധി ഗവൺമെൻറ് ആണ്. റീവൈറ്റലൈസേഷൻ ഓഫ് PRI ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ആ ഒരു കമ്മിറ്റി അറിയപ്പെട്ടത്. ഈ കമ്മിറ്റിയും കുറേ അധികം റെക്കമെൻഡേഷൻസ് വെച്ചു. ആ റെക്കമെൻഡേഷൻസിലത്തെ ആദ്യത്തെ റെക്കമെൻഡേഷൻ ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം. ഭരണഘടനയുടേതായിട്ടുള്ള ആ ഒരു അംഗീകാരം കൊടുക്കണം. എന്നാൽ മാത്രമേ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വില വയ്ക്കുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഇതിനെ വെറുതെ സൈഡാക്കി കളഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ന്യായ പഞ്ചായത്തുകൾ എന്നുള്ളത് കുറച്ച് ക്ലസ്റ്റർ ഓഫ് വില്ലേജസിന് വേണ്ടിയായിട്ട് കൊണ്ടുവരണം. അല്ലാതെ ഒരു വില്ലേജിൽ മാത്രമല്ലാതെ കുറച്ച് ക്ലസ്റ്റർ ഓഫ് വില്ലേജസിനായിട്ട് ന്യായ പഞ്ചായത്ത് കൊണ്ടുവരണം. പിന്നെ വില്ലേജുകളെ റീഓർഗനൈസ് ചെയ്യണം. ഇപ്പോൾ ഉള്ള രീതിയിലുള്ള വില്ലേജുകൾ എന്നുള്ള രീതിയിലല്ല. വില്ലേജുകൾ റീഓർഗനൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ അനുസരിച്ചൊക്കെ പ്രോപ്പറായിട്ട് ആൾക്കാർക്ക് ഗ്രാമസഭകളൊക്കെ കൂടാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഗ്രാമസഭകളൊക്കെ പ്രോപ്പറായിട്ട് നടന്നു പോകാനായിട്ട് നമ്മളിപ്പോൾ നിലവിൽ ഇന്ന വില്ലേജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ആമ്പല്ലൂർ വില്ലേജ് അങ്ങനെ ഓരോ വില്ലേജുകൾ പറയില്ലേ. അപ്പോൾ ആ വില്ലേജുകളെ പ്രോപ്പറായിട്ട് ഗ്രാമസഭകളൊക്കെ കൂടാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് റീഓർഗനൈസ് ചെയ്യണം അവരുടെ പോപ്പുലേഷനൊക്കെ വെച്ചിട്ട്. അത് പറഞ്ഞു. പിന്നെ കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊടുക്കണം. അതുപോലെ തന്നെ എലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഇല്ലേ, ഇവിടെ എലക്ഷൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പ്രോപ്പറായിട്ട് പരിഹരിക്കാനായിട്ട് കുറച്ച് ട്രിബ്യൂണൽസും കൊണ്ടുവരണമെന്ന് നമ്മളുടെ LM സിഗ്വി കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ അത്രയാണ് LM സിഗ്വി കമ്മിറ്റിയിൽ വരുന്നത്. അത് കുറച്ചേ ഉള്ളൂ. 1986 രാജീവ് ഗാന്ധിയാണ് LM സിഗ്വിന് ഇങ്ങനെ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിവൈറ്റലൈസേഷൻ ഓഫ് PRI ഫോർ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് ആ കമ്മിറ്റി അറിയപ്പെട്ടത്. അവർ കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ സ്റ്റേറ്റ്സ് വരെ വില വയ്ക്കുള്ളൂ. ന്യായ പഞ്ചായത്തുകൾ ക്ലസ്റ്റർ ഓഫ് വില്ലേജസിനായിട്ട് ഫോം ചെയ്യണം. പിന്നെ വില്ലേജുകളെ റീഓർഗനൈസ് ചെയ്യണം. പ്രോപ്പറായിട്ട് അവരുടെ പോപ്പുലേഷൻ കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഗ്രാമസഭകളൊക്കെ കൂടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് റീഓർഗനൈസ് ചെയ്യണം. ഇപ്പോൾ ചില വില്ലേജുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക, ഒരു വില്ലേജ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള പ്രദേശങ്ങളാണ്. ഒരെണ്ണം ഒരു മലമ്പ്രദേശത്താണ്, ഒരെണ്ണം താഴ്ന്ന പ്രദേശത്തൊക്കെ ആണെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരിക്കും ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഗ്രാമസഭകളൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലൊക്കെ പ്രോപ്പറായിട്ട് അവർക്ക് അടുത്ത് കൂടാൻ പറ്റുന്ന രീതിയിൽ വില്ലേജുകളെ റീഓർഗനൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ പ്രോപ്പറായിട്ട് കൂടുതൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് കൊടുക്കണം. എലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് പരിഹരിക്കാനായിട്ട് അവിടെ ട്രിബ്യൂണൽസും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയാണ് LM സിഗ്വി കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്സ് കഴിഞ്ഞു. B ബൽവന്ത് റായ് മെഹ്ത്ത, A അശോക് മെഹ്ത്ത, GVK റാവോ, LM സിഗ്വി S. അപ്പോൾ ബാക്സ് കഴിഞ്ഞു. ഇനിയുള്ളത് TG ആണ്. ടി എന്ന് പറയുന്നത് തങ്കോങ് കമ്മിറ്റിയാണ്. തങ്കോങ് കമ്മിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. അവർ 1988 അവരെ ഫോം ചെയ്തത്. അവരും പറഞ്ഞു ഇപ്പോഴും കൊടുത്തിട്ടില്ല കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം. ഇവർ പറഞ്ഞു 3 ടയർ
ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് വേണ്ടത്. അപ്പോൾ 3 ടയർ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? ബൽവന്ത് റായ് മെഹ്ത്ത പറഞ്ഞിട്ടുണ്ട്, ഇവരും പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അശോക് മെഹ്ത്തയാണ് 2 ടയർ പറഞ്ഞത്. പിന്നെ ശിലാ പരിഷത്തിന് പിവറ്റൽ റോൾ കൊടുക്കണം. പിന്നെ സൂപ്പർ സെഷൻ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൈ കടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഭരണസമിതി പഞ്ചായത്തിൻ്റെതായിട്ട് ഇല്ലെങ്കിൽ 6 മാസത്തേക്ക് അങ്ങനെ നിലനിൽക്കാൻ പാടുള്ളൂ. 6 മാസത്തിനുള്ളിൽ അവിടെ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടത്തി അവിടെ പുതിയൊരു ഭരണസമിതി വരണം പഞ്ചായത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ. അല്ലാതെ സ്റ്റേറ്റിന് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഈ ശിലാ പരിഷത്തുകളിലൊക്കെ പ്രസിഡന്റുമാർ ചേർന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ അവർക്കൊരു കമ്മിറ്റി ഫോം ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഒരു ഡീറ്റെയിൽഡ് ലിസ്റ്റ് വേണം. എന്തൊക്കെ അധികാരങ്ങളാണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റ് വേണം. പഞ്ചായത്തിന് അധികാരം കൊടുക്കണം എന്ന് മാത്രമേ ഇത്രയും നാള് ഓരോ കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രോപ്പറായിട്ട് പറഞ്ഞു എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റ് വേണം. ഇപ്പോൾ ലിസ്റ്റ് ഉണ്ട്. നമ്മളുടെ 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ കാണും അടുത്ത ഒരു കമ്മിറ്റിയും കൂടെ കാണുമ്പോൾ. ഇനി അതിനുശേഷം അവർ പറഞ്ഞത് റിസർവേഷൻ എന്നുള്ളത് പോപ്പുലേഷൻ്റെ ബേസിസിലായിരിക്കണം. നേരത്തെ ഉള്ള കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു SC ST റിസർവേഷനൊക്കെ വേണമെന്ന്. ഇവർ അതിൻ്റെ കൂടെ പറഞ്ഞു വുമൺ റിസർവേഷനും വേണം, സ്ത്രീകൾക്കും റിസർവേഷൻ കൊടുക്കണം. നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ 50% റിസർവേഷൻ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ നമ്മളുടെ സ്ത്രീകൾക്കാണ്. അപ്പോൾ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് ഒരു സംവരണം കൊടുക്കണം ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞത് തങ്കോങ് കമ്മിറ്റിയാണ്. ഒരു തങ്കം ഒരു സ്ത്രീ കണക്ഷൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. തങ്കോങ് കമ്മിറ്റിയാണ് സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കണം എന്നെടുത്ത് പറഞ്ഞത്. അവർ തന്നെയാണ് ഡീറ്റെയിൽ ലിസ്റ്റ് വേണം, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർക്ക് അധികാരമുള്ളത് എന്നുള്ള രീതിയിൽ ഡീറ്റെയിൽ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വരണം എന്ന് പറഞ്ഞതും ഈ തങ്കം കമ്മിറ്റിയാണ്. അതായത് നമ്മളുടെ പഞ്ചായത്തുകൾക്ക് എന്തൊക്കെ രീതിയിലുള്ള ഫണ്ടുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാനായിട്ട്, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണം. അതുപോലെ തന്നെ തങ്കോങ് കമ്മിറ്റി പറഞ്ഞു ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം CEO എന്ന് പറഞ്ഞത് നമ്മളുടെ തങ്കോങ് കമ്മിറ്റിയാണ്. നമ്മളുടെ ജില്ലാ പരിഷത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണമെന്നാണ് നമ്മൾ തങ്കോങ് കമ്മിറ്റി പറഞ്ഞത്. അതേസമയം നമ്മൾ മുൻപ് നമ്മളുടെ GV K റാവു കമ്മിറ്റിയിൽ എന്താ കണ്ടേ, അവിടെ ഒരു ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ വേണമെന്ന് പറയുന്നതായിട്ട് കണ്ട്. അപ്പോൾ തങ്കം കമ്മിറ്റി അതിലും ഒരു ഡിഫറൻസ് കാണിച്ചു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. 1988 തങ്കം കമ്മിറ്റി വരുന്നത്. അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ വേണം, 3 ടയർ സിസ്റ്റം വേണം, ജില്ലാ പരിഷത്തിന് പിവറ്റൽ റോൾ കൊടുക്കണം, സൂപ്പർ സെഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ പഞ്ചായത്ത് സമിതിയൊക്കെ പിരിച്ചുവിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ പുതിയൊരു ഇലക്ഷൻ നടക്കണം. പിന്നെ ഈ ജില്ലാ പരിഷത്തുകളിലൊക്കെ ചേർന്നിട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രസിഡന്റുകൾക്കൊക്കെ ചേർന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റിയും കൂടെ വേണം. അപ്പോൾ ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവൽ വരെയാണുള്ളത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിനും ഒരു ജില്ലാ പരിഷത്ത് പ്രസിഡന്റ് ഉണ്ടാവില്ലേ, ഇവരൊക്കെ ചേർന്നിട്ട് സ്റ്റേറ്റ് ലെവലിൽ ഒരു കമ്മിറ്റി വേണം. പിന്നെ നമ്മളെ പഞ്ചായത്തുകൾക്ക് കൊടുക്കുന്ന പവേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഫോം ചെയ്യണം. റിസർവേഷൻ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. സ്ത്രീകൾക്കും റിസർവേഷൻ കൊടുക്കണം. SC ST റിസർവേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വരണം. എന്തിനു വേണ്ടിയിട്ട്? ഇവിടുത്തെ ഫണ്ടുകളൊക്കെ പ്രോപ്പറായിട്ടല്ലേ കൊടുക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താനായിട്ട്, ഫണ്ടുകൾ പ്രോപ്പറായിട്ട് സ്റ്റേറ്റിനെയും കൊണ്ട് കൊടുപ്പിക്കാനായിട്ടും കൂടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണം. പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരിക്കണം നമ്മളുടെ ജില്ലാ പരിഷത്തിൻ്റെ CEO. അതേസമയം നമ്മളുടെ GV K റാവു കമ്മിറ്റി പറഞ്ഞത് ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണർ വേണമെന്നാണ്. ഇനി അടുത്തതാണ് നമ്മളെ ഫൈനൽ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ബേസിസിലാണ് നമ്മളുടെ 73-ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വരുന്നത്. ഇത് കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് ആയിരുന്നു. 1988 കോൺഗ്രസ് ഗവൺമെൻറ് ആണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്തത്. ഈ ഒരു കമ്മിറ്റി കൊടുത്ത റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. നേരത്തെ തങ്കോങ് കമ്മിറ്റിയൊക്കെ പറഞ്ഞതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കൊടുക്കണം. തങ്കോങ് കമ്മിറ്റിയുടെ അതുപോലെ തന്നെ 3 ടയർ സിസ്റ്റം അതേപോലെ തന്നെ പറഞ്ഞു. പിന്നെ ടെന്യൂർ എന്നുള്ളത് ടേം, എത്ര കൊല്ലത്തേക്കാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം വേണ്ടത്, 5 വർഷത്തേക്കെന്ന് പറഞ്ഞു. പിന്നെ 3 ലെവലിലും, അതായത് നമ്മളുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും എല്ലായിടത്തേക്കും ഡയറക്റ്റ് ഇലക്ഷൻ വേണമെന്ന് പറഞ്ഞു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബൽവന്ത് റായ് മെഹ്ത്തയിൽ ഗ്രാമപഞ്ചായത്തിൽ മാത്രമേ ഡയറക്റ്റ് ഇലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. പക്ഷേ ഇവിടെ പറഞ്ഞു എല്ലാ ലെവലിലോട്ടും ഡയറക്റ്റ് ഇലക്ഷൻ മതി. ഇപ്പം നമ്മളുടെ അവിടെ നടക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ജില്ലാ പഞ്ചായത്തിലോട്ടും മെമ്പറെ തിരഞ്ഞെടുക്കാറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലോട്ടും മെമ്പറെ തിരഞ്ഞെടുക്കാറുണ്ട്, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിലോട്ടും വാർഡ് മെമ്പറിനെയും തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ 3 ലെവലിലും ഡയറക്റ്റ് ഇലക്ഷൻസ് വേണമെന്ന് പറയുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പിന്നെ തങ്കം കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ശരിവെച്ചുകൊണ്ട് SC ST ആൻഡ് വുമൺ റിസർവേഷൻ വേണമെന്ന് പറഞ്ഞു. തങ്കം കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് വേണമെന്ന് പറഞ്ഞു.
ടാക്സസ് പിരിക്കാനുള്ള അധികാരം കൊടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം തങ്കം കമ്മിറ്റി പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചും പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ കൊണ്ടുവന്നു, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണമെന്ന് നമ്മളുടെ ഗാഡ്ഗിൽ കമ്മിറ്റി പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ ബേസിസിലാണ് ഇപ്പോൾ നമ്മുടെ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം വന്നിട്ടുള്ളത്. നമുക്കറിയാം പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്, 29 ഐറ്റമുള്ള ലിസ്റ്റ്. ആ ഒരു ലിസ്റ്റൊക്കെ വന്ന് തങ്കം കമ്മിറ്റിയും ഗാഡ്ഗിൽ കമ്മിറ്റിയൊക്കെ റെക്കമെൻഡ് ചെയ്തതിനനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ബേസിസിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ കമ്മിറ്റി ഓൺ പോളിസി ആൻഡ് പ്രോഗ്രാംസ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് 1988-ലാണ്. രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് ഇവർ അപ്പോയിൻറ്റ് ചെയ്തത്. ഈ ഒരു കമ്മിറ്റി കൊടുത്ത റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വേണം, 3 ടയർ സിസ്റ്റം വേണം, ടെന്യൂർ എന്നുള്ളത് 5 വർഷമായിരിക്കണം, 3 ലെവലിലും ഡയറക്റ്റ് ഇലക്ഷൻ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് SC STക്കും വുമനും റിസർവേഷൻ വേണം, സബ്ജക്ട്സിൻ്റെ ലിസ്റ്റ് വേണം. ഇപ്പോൾ 29 എണ്ണത്തിന് ലിസ്റ്റ് ഉണ്ട്. പിന്നെ ടാക്സസ് പിരിക്കാനുള്ള അധികാരം കൊടുക്കണം നമ്മളെ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്. എന്നാലല്ലേ അവർക്ക് അവരവരുടേതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. ഇപ്പോഴും പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലൊക്കെ വെറും 1% കാശ് മാത്രമാണ് ഈ ടാക്സിൽ നിന്നൊക്കെ കിട്ടുന്നതെന്നാണ്. അപ്പോൾ അത്രയും തുച്ഛമായിട്ടുള്ള പവേഴ്സ് തന്നെ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ വേണം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വേണം. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗാഡ്ഗിൽ കമ്മിറ്റിയും കഴിഞ്ഞു. അതോടുകൂടെ നമ്മളുടെ കമ്മിറ്റികളെല്ലാം കഴിഞ്ഞു. കമ്മിറ്റികൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഞാനൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്സ് TG, ബി ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, അതിനുശേഷം അശോക് മെഹ്ത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, സിഗ്വി കമ്മിറ്റി, തങ്കം കമ്മിറ്റി, അതിനുശേഷം ഏറ്റവും അവസാനം ഗാഡ്ഗിൽ കമ്മിറ്റി. ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ഇവിടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നത്. ആദ്യത്തെ കമ്മിറ്റി ആരായിരുന്നു? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ആയിരുന്നു. അതിനുശേഷം ജനതാ ഗവൺമെൻറ്റാണ് നമ്മളുടെ അശോക് മെഹ്ത്ത കമ്മിറ്റി കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മൾ GVK റാവു കമ്മിറ്റി കൊണ്ടുവന്നത്. GVK റാവു കമ്മിറ്റിയാണ് പറഞ്ഞത് ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ബ്യൂറോക്രാറ്റൈസേഷനാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മീഷണറെ കൊണ്ടുവന്നതും GVK റാവു കമ്മിറ്റി ആയിരുന്നു. പിന്നെ കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് വളരെയധികം കുറച്ച് പറഞ്ഞത് നമ്മൾ GVK റാവു കമ്മിറ്റിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ 2 കമ്മിറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, ദന്ത്വാല കമ്മിറ്റിയും ഹേമന്ത് റാവു കമ്മിറ്റിയും. ദന്ത്വാല കമ്മിറ്റിയും ഹേമന്ത് റാവു കമ്മിറ്റിയും ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ സിഗ്നിഫിക്കൻസ് കൂട്ടുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മുടെ സിഗ്വി കമ്മിറ്റി വന്നത്. സിഗ്വി കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നിഷൻ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വന്നത് തങ്കം കമ്മിറ്റിയാണ്. ഏറ്റവും അവസാനം നമ്മളുടെ ഗാഡ്ഗിൽ കമ്മിറ്റിയും വന്നു. അതോടുകൂടെ നമ്മളുടെ കമ്മിറ്റീസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ റിവൈസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഇത് നല്ല രീതിയിൽ നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഇത് ഓരോ കമ്മിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞു പഠിക്കുക. കാരണം അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ പ്രോപ്പറായിട്ട് മനസ്സിലാവണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ബൈ.